പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 5-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി സ്തോത്രം പറയുന്നത് അനുഗ്രഹമാണ്. അതുകൊണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. പറ, അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാ. ഒരിക്കലൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാ. ഒരിക്കലൂടെ കൈ ഉയർത്തി പറ, കർത്താവേ, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം വലുതാകുന്നു, എന്നോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാകുന്നു. അത് ഞാൻ നന്നായി അറിയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര മഹത്തരമായിട്ടാണ് സൂക്ഷിച്ചത്. അനർത്ഥങ്ങളെ ഒഴിവാക്കി, രോഗങ്ങളെ ഒഴിവാക്കി, ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മളെ ആക്കി സ്വസ്ഥമായി കഴിഞ്ഞ പകൽക്കാലമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് വീണ്ടും ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കൈകളെ ഒന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറ. ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറ. കർത്താവ് കൈപിടിച്ച് ഈ പകൽക്കാലം നടത്തുന്നതിന്, ആനന്ദത്തോടെ നടത്തുന്നതിന്, സ്വസ്ഥമായി നടത്തുന്നതിന് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ ഈ പകൽക്കാലം നമ്മുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വടിയും കോലും ഈ പകൽക്കാലം നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് വലിയ കരുണയിൽ നമ്മളെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടൊന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് 18-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ബലമായ യഹോവയെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാണ്. എത്ര പേര് ഒന്നുകൂടെ ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ ആ കൈകൾ ഉയർത്തി പറ. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ആമേൻ, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അപ്പയുടെ സന്നിധിയിലിരിക്കുക. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യമായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകാം, കർത്താവ് നാളുകളായി കേൾക്കുന്നവരുണ്ട്. ആമേൻ. എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സമാധാനം, ദൈവിക സ്വസ്ഥത, ദൈവിക ആരോഗ്യം, താങ്ക് യു ലോർഡ്, ദൈവികമായ ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കട്ടെ. ഓരോരുത്തരും അനുഭവിക്കട്ടെ. അവരുടെ മേൽ ആ വലിയ ദൈവകൃപ വ്യാപരിച്ചിരിക്കുന്നതിന് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങനെ വലിയ ഗ്രേസ് ഉണ്ടാകുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ ആയി കഴിയുന്ന രോഗികളെ ഞങ്ങൾ ഓർക്കുന്നു. അവർ പല മരുന്ന് കഴിച്ചു, മരുന്ന് ഒരു രീതിയിലും ശരീരത്തിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, സ്വസ്ഥത മടങ്ങി വരട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. മരുന്നിന് ഇപ്പോൾ ഈ നിമിഷം റെസ്പോണ്ട് ചെയ്യട്ടെ. അല്ല, മരുന്നിന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നോർമലായി തീരട്ടെ. അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരട്ടെ. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഇന്ന് നീറ്റ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ ഗ്രേസ് അവരോട് കൂടെ ഇരിക്കണം. യാതൊരു ടെൻഷനില്ലാതെ എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണം. അവർക്ക് അവരുടെ എക്സാം സെൻറ്ററുകളിൽ തക്ക സമയത്ത് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണം. ഉയരത്തിലെ ജ്ഞാനവും ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് കർത്താവരെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വപ്പെടണം. ഉന്നത വിജയം കൊടുക്കണം, ഉന്നത സ്കോർ കൊടുക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.
കർത്താവെ, അതുപോലെ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളിൽ അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ജനം ഒഴുകി വരട്ടെ, അഭിഷിക്തന്മാർ അങ്ങയുടെ കൈകളിൽ പ്രയോജനപ്പെടുമാറാകട്ടെ. നാളത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ കാലിൻ്റെ മുട്ടിന് താഴെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നെയിലിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽ വെള്ളയുടെ സ്കിന്ന് പോയി കാല് താഴെ കുത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നാളത്തെ മീറ്റിംഗ് നമുക്ക് കേൾക്കാൻ കഴിയും. കൂടാതെ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ നിങ്ങളുടെ ലൈഫിൽ വ്യാപരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന് 44 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. മാത്യു ചാപ്റ്റർ 5:44 ഓൺവേഴ്സ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായവും 6-ാം അധ്യായവും ഒക്കെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതായത് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക തൻ്റെ ദൈവിക രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ ദൈവിക രാജ്യത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ശത്രുവെന്ന് തോന്നുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, അത് കുടുംബത്തിനകത്തായാലും അയൽവാസികളായാലും ദേശത്തായാലും ജോലി സ്ഥാപനങ്ങളിലായാലും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 45 സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര പേർ നമ്മുടെ ശത്രുക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കാറുണ്ട്? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പല വേണ്ടാത്ത കാര്യങ്ങളാണ് വരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാർത്ഥമായി ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകണം. അത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി നിങ്ങൾ തീരേണ്ടതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലം? നമ്മളെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, നമ്മളോട് മിണ്ടുന്നവരോട് നമ്മൾ മിണ്ടും, നമ്മളെ കൈത്താങ്ങുന്നവർക്ക് നമ്മൾ കൈത്താങ്ങ് കൊടുക്കും, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കും. ആ ഒരു പോളിസിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ദിവസം പറയാം, അത് സാധാരണക്കാരെല്ലാം ചെയ്യും, ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അവരെ സ്നേഹിക്കുന്നവരെ അവരും സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മളോട് പറഞ്ഞ അങ്ങനെ ആകരുത്. നമ്മുടെ സ്നേഹം വ്യത്യസ്തമായിരിക്കണം, നമ്മുടെ പ്രവൃത്തി വ്യത്യസ്തമായിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കണം. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ ഇപ്പം നമുക്ക് പരിചയമുള്ളവരെ മാത്രം നമ്മൾ കാണുമ്പോൾ ക്ഷയിക്കാൻ കൊടുക്കുന്നു, ചർച്ച വരുമ്പോഴാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ ആകരുത്. സ്തോത്രം. ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നു, ചുങ്കക്കാരങ്ങനെ ചെയ്യുന്നു, ജാതികൾ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ നമ്മളെ വിളിച്ചത് അങ്ങനല്ല. നമ്മളെ വിളിച്ചത് മക്കളാകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണസമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണസമ്പൂർണരായിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. ഒന്ന്, ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കേട്ടോ, ഹല്ലേലൂയ. അപ്പം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാകുന്നത്? അവർ കർത്താവിൻ്റെ മക്കളായിത്തീരുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം? അത് ചുങ്കക്കാരൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം, യു ഗീവ് മീ ഐ വിൽ ഗീവ് യു, ആ ഒരു പോളിസിയല്ല. നമുക്ക് തരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നു, നമുക്ക് ക്ഷയിക്കാൻ്റെ തരുന്നവർക്ക് നമ്മൾ ക്ഷയിക്കാൻ്റെ കൊടുക്കുന്നു, നമ്മളെ കണ്ട മൈൻഡ് ചെയ്യുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുന്ന. പക്ഷേ ദൈവമക്കൾ അങ്ങനല്ല. ദൈവമക്കളെ വിളിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. സ്തോത്രം. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ അങ്ങനല്ല. ഞാൻ വിശ്വാസിയെ മാത്രമേ വന്ദനം ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം, അങ്ങനല്ല. എല്ലാവരും കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട്, ഭൂമിയുടെ ഉപ്പായിട്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ 4-5 പേരുടെയോ വെളിച്ചമാകാനോ ഉപ്പാകാനോ അല്ല വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചത് വിശാലതയോടെ പ്രവർത്തിക്കുവാനാണ്. എങ്ങനെ? ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ, ഭൂമിയുടെ ഉപ്പാകുവാനാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട്
ആമേൻ. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, ശത്രുക്കളെ സ്നേഹിക്കുവീൻ എന്നുള്ള തിരുവെഴുത്ത് മറക്കരുത്. ഇന്നു മുതൽ ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അത് മുഖാന്തരം നിങ്ങളുടെ ലൈഫിലേക്ക് സ്പെഷ്യലായ ബ്ലെസ്സിങ്ങുകൾ വരും കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.